നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നമ്മളിപ്പോൾ സാഖ്യയോഗം അധ്യായം 2 ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത് ശ്ലോകം 69 വരെയായിരുന്നു. 69 ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് അർജുനന് ഉപദേശിക്കുന്നു. അർജുനോട് പറയുന്നത് ഭോഗിയും യോഗിയും തമ്മിലുള്ള വ്യത്യാസമാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനായി പറഞ്ഞു കൊടുത്തത്. അടുത്ത 70-ാം ശ്ലോകത്തിൽ ഭഗവാൻ എന്തു പറയുന്നുവെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 70. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപപ്രവിശന്തി യദ്വത് തദ്വത്കാമായം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമി. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ, 4 ഭാഗത്തു നിന്നും ജലം വന്ന് നിറയുമ്പോൾ അചലമായിരിക്കുന്ന സമുദ്രത്തിൽ വീണ്ടും നദികൾ വന്നു ചേരുമ്പോഴും അത് അക്ഷോഭ്യമായി നിലനിൽക്കുന്നു. അതേപോലെ സർവ വിഷയങ്ങളും വന്നു ചേരുമ്പോഴും വികാരരഹിതനായി യഥാർത്ഥ ശാന്തി കൈവരിക്കാൻ സ്ഥിതപ്രജ്ഞന് കഴിയുന്നു. സർവ വിഷയങ്ങളും ഇങ്ങനെ മനസ്സിൽ വന്ന് കയറിയാലും യാതൊരു ഭാവഭേദവുമില്ലാതെ വികാരരഹിതനായി അതിനെ നേരിടാൻ, ശാന്തി കൈവരിക്കാൻ സ്ഥിതപ്രജ്ഞന് കഴിയുന്നു. നേരത്തെ വേദങ്ങളെ ഉപമിക്കാൻ സർവഭാഗത്തു നിന്നും ജലം വന്ന് നിറയുന്ന കിണറായിരുന്നു ഉദാഹരണം പറഞ്ഞത്. അതേപോലെ സമുദ്ര സമാനമായ ബ്രാഹ്മീസ്ഥിതിയെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. സമുദ്രത്തിന് ഗംഭീരതയുണ്ട്, ആഴമുണ്ട്, പരപ്പുണ്ട്, ശക്തിയുണ്ട്. എല്ലാറ്റിനും ഒപ്പം പൂർണ്ണതയും നിലനിൽക്കുന്നു. എന്താണ് ആ ബ്രാഹ്മീസ്ഥിതി എന്ന് പറയുന്നത്? സർവ വിഷയങ്ങളും മനസ്സിൽ വന്ന് ചേർന്നാലും യാതൊരു വികാരഭേദവുമില്ലാതെ അതിനെ ശാന്തി കൈവരിച്ച് നേരിടാൻ കഴിയുന്നു. അതിനാണ് ബ്രാഹ്മീസ്ഥിതി എന്ന് പറയുന്നത്. ഏവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സുദിനം നേരുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ശുഭസുദിനം.